ഞാൻ പഠിച്ചേരണോ? വേണ്ട, ഇതൊക്കെ പെറുക്കി അവിടെ കൊണ്ടുവച്ചാ മതി. ദാദാ ദാദാ ഈ മാങ്ങ വിൽക്കാനാ? അല്ല, വീട്ടിലേക്കുള്ളതാ. മാങ്ങ പൊട്ടിക്കാനൊക്കെ നീയേ ഉള്ളവിടെ? അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാൻ വന്നാ പോരെ? നീ ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരുന്നോ, നിന്നെ അവിടെ കേറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിന്നെയും കൊണ്ട് ഞാനങ്ങ് പോവും. അപ്പൊ ഞാൻ കൂടെ വരുന്ന തീർച്ചയാക്കിയില്ലേ? ഇതെങ്ങനെയുണ്ട് നോക്ക്. ജനിച്ചതാ, എന്ത് സ്വാദായിരിക്കുന്നറിയോ? ഇത് നിന്റെ മാങ്ങയല്ലേ? എനിക്കൊരു കഷ്ണം എന്താ? ഇതെങ്ങനെയാ മുറിക്കുക? ഇവിടെ ഒന്നും കത്തില്ലല്ലോ. കടിച്ചെടുത്ത് തന്നാ മതി. ശരിക്ക് കടിക്ക്. ആ നല്ല മധുരമുണ്ട്. ഇതെന്തോ വെച്ചിട്ടുണ്ടല്ലോ. ഇതാരാത്? വാ 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 വാ. രണ്ടുപേരും ഇന്ന് തന്നെ പോവല്ലേ? അപ്പൊ താമസമൊക്കെ? ഓട്ടോമനിയില് അവര് താമസിക്കാൻ സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനുവിനും ജോലിയുണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. ഇനി എപ്പോഴാ ഇങ്ങോട്ടൊക്കെ? ഞങ്ങൾ ഓണത്തിന് വരും. അടുത്ത മാസം അച്ഛൻ അങ്ങോട്ട് വരണുണ്ടെന്നാ പറഞ്ഞു. അച്ഛന് പിന്നെ നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? കൃഷ്ണൻകുട്ടിയേട്ടനില്ലേ? മാലതിയേടത്തിന്റെ വീട്ടിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ കണ്ടോളാം. വരട്ടെ? ശരി, ദാ വരണു. പുറപ്പെട്ടു അല്ലേ? ഓട്ട് കമ്പനിയിൽ നല്ല ജോലിക്കാരാന്നുള്ള പേര് വാങ്ങണം. നിനക്കും ജോലിയില്ലേ? പിന്നെ എന്താ? ഓ, ഞങ്ങള് വരട്ടെ? ശരി, പോട്ടെ. പോട്ടെ. നന്നായി വരും. കൃഷ്ണൻകുട്ടിയേട്ടാ, തമ്പിയില്ലോടെ അവിടെ? എന്തേ? എനിക്ക് അയാളെ ഒന്ന് കാണണം. നാളെ കുറെ അയാളോട് പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയൊരു അവധി പറഞ്ഞ നാളെ തന്നെ ആള് വരും വീട് ജപ്തി ചെയ്യാൻ. എനിക്കത് അയാളോടെ നേരിട്ട് തന്നെ ഒന്ന് പറയണം. ആടോ? അല്ല ചേർന്നാരെ, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഇത്തിരി കൂടി സാവകാശം കൊടുക്കണം. സാവകാശം കൊടുത്താല് അയാൾ എവിടെ നിന്ന് എടുത്തിട്ട് തരും? ആര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അതിനൊക്കെ വഴിയുണ്ടാവും. തന്നെയല്ല, ഇതൊന്നും കേൾക്കാനുള്ള ശക്തി ഇപ്പൊ ആ പാവത്തിനില്ല. ചേർന്നായത് തമ്പിയെ കാണണ്ട. സാവകാശത്തില് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓ, താനാണല്ലോ ഉപദേശകൻ. എന്നാ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഇല്ലെങ്കിൽ കെട്ടിയോളുടെ കൈയും പിടിച്ച് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും തമ്പി അദ്ദേഹത്തിന്. നല്ലോണം പറഞ്ഞു മനസ്സിലാക്കിക്കോ. വാടോ. ഓ, അതെ, ഈ കുടി ഒന്ന് നിർത്തിക്കൂടെ? ഒരു മാസമെങ്കിലും ഒന്ന് കുടിക്കാതിരിക്കെ. ഞാനും വിചാരിക്കണ്ട അതന്നെ. വെറുതെ പറയല്ലേ. തീർച്ചയാണോ? എന്നീ വിഷം നിർത്തുന്നോ അന്നു മുതൽ ഒരു സുഖേടും ഉണ്ടാവില്ല. നിർത്തി പോരെ? സത്യമാണോ? മാലതി, ആ കട്ടലിന്റെ ചോട്ടിൽ വെച്ചിരുന്ന കുപ്പി അവിടെ? ആഹാ, ഇപ്പൊ നിർത്തിയെന്നല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ കുപ്പി തരേണ്? അയ്യോ, കുടിക്കാനല്ല,
ആരെങ്കിലും കട്ടുണ്ടോയോ എന്ന് അറിയാനാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. സന്ധ്യയായി, അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരൂ. നിക്ക്. നീ എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്താ പറയാത്തെ? പിന്നെയും കുടിക്കാൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഏയ്, അത് ചോദിക്കില്ല. തീർച്ചയാണോ? തീർച്ച. അതുറച്ചു കളഞ്ഞോ? ഉവ്വ്. എന്താടോ തമ്പിയത്? സന്ധ്യക്ക് ഉമ്മറത്ത് ഉറക്കം തൂക്കിയിരിക്കുക? എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലടോ പണിക്കരെ. അത് താൻ ഈ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കുന്നോണ്ട് തോന്നണതാ. ഒന്ന് പുറത്തിറങ്ങി 4 ആളെ കാണുമൊക്കെ വേണ്ടേ? നാട് മുഴുവൻ കട, പിന്നെ ഞാനെങ്ങനെയാ പുറത്തിറങ്ങാ? കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കൊടുക്കുകയും വാങ്ങുകയും പറഞ്ഞ സമയത്ത് കൊടുക്കാതിരിക്കും, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാ. ഞാൻ കുറച്ച് പണം തരാൻ വന്നതാ. കൃഷ്ണൻകുട്ടിയെ കണ്ടില്ല? ഇതാ. താനേ സന്ധ്യ കഴിഞ്ഞൊന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങുക. അവിടെ നിന്ന് തായമ്പകയോ കൂത്തോ പാവക്കൂത്തോ എന്തൊക്കെയോ ഉണ്ട്. അവിടേക്കൊന്ന് കറങ്ങി നടന്നാൽ തന്നെ മനസ്സിന് ഇത്തിരി സമാധാനം ഉണ്ടാവും. എന്താ മാരുതിയെ, സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? കാലത്തല്ല ഇടയ്ക്ക് വരാറുണ്ട്. അത്രയിലായല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങാ. പണിക്കരെ, ഇതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. അതൊക്കെ കൃഷ്ണൻകുട്ടിക്ക് അറിയാം, ഞാൻ പറഞ്ഞോളാം. അപ്പൊ രാത്രി അമ്പലത്തിൽ കാണാം. തലേണയുടെ അടിയിൽ വെച്ചേക്ക്. പണിക്കരേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? എണീക്ക്, എന്നിട്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകി അമ്പലത്തിൽ പോയി വരും. നീയും വരുന്നുണ്ടോ? അത്താഴം കാലാക്കണ്ടേ? മീനും വറുത്ത് വയ്ക്കാം. പോയിട്ട് വരുന്നേ. എണീക്ക്. പണിക്കരെത്തിയില്ലേ? കൂത്തു തുടങ്ങുമ്പോഴേക്കും എത്തും. ഞാനിപ്പോ വരാം. ഞാനും വരണോ? ഏയ് വേണ്ട.